എന്നെ ഈ അൽത്താരയിൽ നിർത്തി സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിന് എൻ്റെ യേശുപ്പയ്ക്കും 1000 നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ പേര് ഏഞ്ചല സാറ ബിജു. ഞാൻ വരുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ 29 തീയതിയാണ്. കൃപാസനത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. പല ആൾക്കാർ എനിക്ക് പേപ്പർ തന്ന് പേപ്പറിലൂടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെയും യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണ് ഞാൻ കൂടുതലും ഉടമ്പടിയെ പറ്റി അറിഞ്ഞതും കൃപാസനത്തിനെ പറ്റി അറിഞ്ഞതും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു. എനിക്ക് മുമ്പ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു. അമ്മയിലൂടെ തന്നെ ഞാൻ ഉടമ്പടിക്ക് മുമ്പേ ഉടമ്പടി തന്നെ ജീവിച്ച ഒരാളാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി രീതികളൊക്കെ പാലിക്കുകയും ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ ഞാൻ രാവിലത്തെ പ്രാർത്ഥന, രാവിലെ എന്നും എൻ്റെ അമ്മയാണ് എന്നെ രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നത്. രാവിലെ എണീച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് അമ്മയുടെ തിരിയിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. ആദ്യമേ ഞാനത് ശ്രദ്ധിച്ചില്ല, എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ രൂപം തന്നെയാണ് ആ തിരിയിൽ വന്നതെന്ന്. തുടർന്ന് എനിക്ക് അമ്മയുടെ രൂപമാണ് ആ തിരിയിലെന്ന് മനസ്സിലായ നിമിഷം തന്നെ അന്ന് ഫെബ്രുവരി 6 2025 എനിക്ക് തിരി ഉരുകി വീണതല്ല, മാതാവിൻ്റെ തൈലം എനിക്ക് തിരിയിലൂടെ കിട്ടി. എനിക്കിത് എത്രമാത്രം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് കിട്ടിയ സന്തോഷവും അത്ഭുതം എന്തുമാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, അമ്മ മാതാവ് കൂടെ വന്നിട്ടുണ്ട്, അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഞാൻ നാട്ടിലല്ലായിരുന്നു, ഞാൻ ഹൈദരാബാദിൽ നഴ്സിംഗ് പഠിക്കുമായിരുന്നു. 3rd ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, എന്ത് പഠിക്കണമെന്നും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, പഠിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം. അവർക്കൊക്കെ വചനം പറഞ്ഞ് ആശ്വാസം വേഗം എനിക്ക് സാധിച്ചു. എൻ്റെ കൂടെ വന്നിരുന്ന് കരഞ്ഞൊരു കുട്ടിക്ക് എൻ്റെ കഴുത്തിൽ കിടന്ന് അമ്മയുടെ കാശുരൂപം ഊരിക്കൊടുക്കുകയും എന്നിലൂടെ ഈ അത്ഭുതം കണ്ട് ഒരുപാട് പേര് അമ്മയിൽ വിശ്വസിക്കുകയും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു. എൻ്റെ കൂടെ വന്നിരുന്ന കൂട്ടുകാരിയും അവളും ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ 2nd ഇയർ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി. ഞങ്ങൾ 3rd ഇയർ അമ്മ മാതാവ് ഞങ്ങളെ ഓരോരുത്തവരെയും BSc നഴ്സിംഗ് പാസ്സാക്കി. അമ്മയുടെ ഉപ്പും തൈലവും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെ ഞാൻ 4th ഇയർ കയറി ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മ മാതാവിനെ പിടിക്കാനാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ചീവ്മെൻറ്റ് എന്താണ് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും, എനിക്ക് അമ്മ മാതാവിനെ അന്ന് കൈ പിടിക്കാൻ കിട്ടി എന്ന് ഞാൻ തന്നെ പറയും. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയി 6 മാസം ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ആയിരുന്നു. എനിക്ക് ഇൻറ്റേൺഷിപ്പിൽ കിട്ടിയത് ക്രിട്ടിക്കൽ കെയർ ICUലായിരുന്നു എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരമൊക്കെ ധൈര്യം കിട്ടിയത് അമ്മ മാതാവിൻ്റെ ഈ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ജോലിയും എനിക്ക് കിട്ടുന്ന ഓരോ പേഷ്യൻസിനെയും എൻ്റെ സ്വന്തം ആളായിട്ട് തന്നെ കണ്ട് യേശുവിനെ തന്നെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ ഞാൻ അവരെ ഓരോരുത്തവരെയും നല്ല രീതിയിൽ തന്നെ കെയർ കൊടുത്തെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കലായിട്ടുള്ള എൻഡ് ഓഫ് ദ ലൈഫ് കെയർ കൊടുക്കുന്ന പേഷ്യൻസ് ആയിരുന്നു. മരിക്കാർ കിടക്കുന്ന പേഷ്യൻസിനെയായിരുന്നു എനിക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അവരെയൊക്കെ എങ്ങനെ ചികിത്സിക്കണം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ കഴിയുന്ന വിധത്തിൽ അവർക്ക് അവസാന നിമിഷത്തെ കെയർ എങ്ങനെ കൊടുത്ത് എന്നെനിക്കറിയില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് തന്നെ ഞാൻ അവർക്ക് ആ കെയറൊക്കെ കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേഷ്യൻസ് പോലും മരിച്ചിട്ടില്ല. അതെനിക്ക് വലിയൊരു സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 4th ഇയറിലെ ടൈം ടേബിൾ വന്നു. 1 മാസത്തിനുള്ളിൽ എക്സാമാണ്. 4th ഇയറിലെ ഒരു വിഷയം പോലും എന്താണെന്നോ എങ്ങനെന്നോ ഒരു ഐഡിയയുമില്ല, ഒരു വാക്ക് പോലും പഠിച്ചിട്ട് പോലുമില്ല. അങ്ങനെ 4th ഇയർ ടൈം ടേബിൾ വന്നു. 1 മാസത്തിനുള്ളിൽ പരീക്ഷയെന്ന് പറഞ്ഞു. മുന്നോട്ട് എങ്ങനെ പോകുന്നൊരു പിടുത്തവും ഇല്ല, എന്ത് പഠിക്കണമെന്നും അറിയില്ല. അങ്ങനെ കൂട്ടത്തിൽ നിന്നൊക്കെ പഠിച്ചു. പലരും വന്ന് പറഞ്ഞു അത് പാടാ, ആ സബ്ജക്റ്റ് പാടാ, ഈ സബ്ജക്റ്റ് പാടാ. പലരും ഫെയിലായിട്ടുണ്ട് ആ സബ്ജക്റ്റിന്. അപ്പോഴൊക്കെ ഞാൻ ധൈര്യം കൈവിടാതെ ധൈര്യത്തോടെ തന്നെ അമ്മ മാതാവിൻ്റെ കാശുരൂപം, ഇവിടുത്തെ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ എല്ലാ ദിവസത്തെ ഉടമ്പടി ധ്യാനവും, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോ സാക്ഷ്യം 1 or 2 സാക്ഷ്യങ്ങൾ കേട്ടാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യത്തിലൂടെ എനിക്ക് പലതവണ ആശ്വാസം കിട്ടിയിട്ടുണ്ട് അതിലൂടെ. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു, ഉടമ്പടി ധ്യാനം കൂടി, അമ്മയുടെ മുഴുവൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് 4th ഇയർ കയറുന്നതിന് മുമ്പ് ഒരു വാക്ക് പോലും അറിയത്തില്ല, എന്നാലും എന്തൊക്കെയോ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പുമായിട്ട് ഞാൻ ക്ലാസ് റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങാൻ നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ക്ലാസ് റൂമിൽ കയറിയിരിക്കുമ്പോൾ പലരും പല
ആൻസറും ഉത്തരങ്ങളും പറയുന്നു. പക്ഷെ അവർ പറയുന്ന ഉത്തരങ്ങളൊന്നും എന്താന്ന് പോലും എനിക്ക്, ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവരെന്താ പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ ചെവി പൊത്തിരുന്ന അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇരിക്കുന്നിടത്ത് ഫുള്ള് ഉപ്പിട്ടു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. പരീക്ഷ പേപ്പർ കിട്ടി. ഉത്തരങ്ങൾ ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എന്ത് ഉത്തരമാണ് അതിൽ എഴുതിയതും എന്ത് ക്വസ്റ്റ്യനാണ് അതിൽ വന്നതെന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോയി. എക്സാം എല്ലാം കഴിഞ്ഞു. അമ്മ ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോ എക്സാം പാസ്സാവുമല്ലോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചല്ലേ ഞാൻ മുന്നോട്ട് പോയത്. എനിക്കിപ്പോഴും പറയാൻ സാധിക്കും, ഞാൻ ആ പേപ്പറിൽ എന്താണ് എഴുതിയതെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ എഴുതിയ ഓരോ പേപ്പറിലും അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ചാണ് ഞാൻ ആ പേപ്പർ കൊടുത്തത്. അതോടൊപ്പം തന്നെ എനിക്കറിയാത്ത ഉത്തരങ്ങളിൽ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് ലാസ്റ്റ് ഞാൻ കൃപാസനമെന്നും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ എഴുതി. ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറിൽ അത് എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ അതേ ധൈര്യത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അത് എഴുതി. കഴിഞ്ഞ മാസം റിസൾട്ട് വന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ എന്നെ പാസ്സായി. എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി. ഇത്രത്തോളം അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ടുള്ളത് എനിക്ക് ജോലിയാണ്. ഞാൻ നിന്ന ബ്രാഞ്ചിൽ തന്നെ, ഞാൻ നിന്ന ഹോസ്പിറ്റലിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു തവണ ഒരു എലക്യൂഷന് പോയൊരു ബ്രാഞ്ച്, ആ ബ്രാഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കണേ അമ്മയെന്ന് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. പക്ഷേ ഇൻറ്റേൺഷിപ്പ് എനിക്ക് ആ ബ്രാഞ്ച് കിട്ടിയില്ല, വേറെ ബ്രാഞ്ച് കിട്ടി. അപ്പം ഞാൻ വെച്ച് സാരമില്ല, 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, 6 മാസം അമ്മ മാതാവ്, അത് കഴിഞ്ഞിട്ട് അമ്മ മാതാവ് എനിക്ക് നല്ല ഏതെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കല ഞാൻ 4 വർഷം എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ ഒരു മെസ്സേജ് വരുവാണ്. ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്, ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യണമെന്നും ചോദിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓൺലൈനായിട്ടായിരുന്നു. അമ്മയുടെ കാശുരൂപവും തൈലവും ഉപ്പും പിടിച്ച് തന്നെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വെറുതെ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ അവിടുത്തെ ഇത് വന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ എൻ്റെ പേരും അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പേരും അതിലുണ്ടായിരുന്നു. പക്ഷേ ഉടനെ തന്നെ ഒരു കോളേജിൽ നിന്നൊരു റിപ്ലൈ വരുവാണ്, ആ ബ്രാഞ്ചിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല, അതുകൊണ്ട് ആരും ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി മാതാവ് വലിയത് ഏതെങ്കിലും കരുതിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് മാതാവ് നല്ലത് കരുതും എന്നോർത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരുന്നു. പല HR-ലും വിളിച്ചു, പക്ഷെ ആരും ഒരു റിപ്ലൈ പോലും തരുന്നില്ല. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഇവിടെ ഞാൻ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ നിന്ന് തന്നെ HR-ന്ന് ഡയറക്റ്റ് എനിക്ക് കോൾ വരുവാണ്, നീ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നീ എന്തുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം, ഞാൻ വീട്ടിൽ ആലോചിച്ചിട്ട് ഞാൻ പറയാം. പക്ഷേ അടുത്ത ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ തന്നെ ഞാൻ ജോലിക്ക് കയറാൻ പോവാണ്. എൻ്റെ മാതാവ് അത്രയ്ക്ക് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 1000 നന്ദി പറയാതെ വേറെ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ദൈവത്തെ അറിഞ്ഞു. ഉടമ്പടിയിലൂടെ ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണം, അത് ഉറപ്പായിട്ടും വേണം. പക്ഷെ അതിലുപരി എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ തലമുറയിലുള്ളവരോട് പറയാനുള്ളത്, ഉടമ്പടിയിൽ ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ നേടി. ഞാൻ എൻ്റെ യേശുവിനോടും അമ്മ മാതാവിനുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ പേപ്പറിൽ ആദ്യം എഴുതുന്ന നിയോഗം, മാതാവേ യേശുപ്പ, എനിക്ക് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് മരണം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണേ എന്നാണ് ഞാൻ ആദ്യം എഴുതുന്നത്. എനിക്ക് അതോടെ തന്നെ മുന്നോട്ട് പോകാനും അതേ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ മതന് 1000 നന്ദി. അതോടൊപ്പം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളൊരു പ്രയാസപരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ നോർമലി ഞാൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു സങ്കീർത്തനം, ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം എടുത്ത് വായിക്കുകയായിരുന്നു എൻ്റെ സ്ഥിരം ഞാൻ വായിക്കുന്നത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കാനും 3 തവണ ഞാൻ പുതിയ നിയമം ഫുൾ വായിച്ചു കഴിഞ്ഞു. ദൈവത്തെ, എൻ്റെ കർത്താവിനെ, യേശുവിനെയും അമ്മ മാതാവിനെയും കുറിച്ച് കൂടുതൽ അറിയാനും വീണ്ടും അറിയാനും അച്ഛൻ്റെ ഇവിടുത്തെ ടോക്കും അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ചു ഞാൻ കൂടുതൽ ദൈവത്തെ അറിയാൻ സാധിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഉപവാസം എടുക്കുക. ഒരു ദിവസമൊക്കെ ഉപവാസം എങ്ങനെ എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചാൽ, ഞാൻ 20 ദിവസത്തിന് കൂടുതൽ 2 നേരത്തെ ആഹാരം ഉപേക്ഷിച്ച് വൈകിട്ടത്തെ ആഹാരം മാത്രം കഴിച്ച് ഉപവസിച്ച ദിവസങ്ങളുണ്ട്. അത്രത്തോളം ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത്രത്തോളം ദൈവത്തോട് എനിക്ക് അടുക്കാൻ സാധിച്ചു. എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും എൻ്റെ യേശുപ്പയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, വീട്ടിൽ ഞാൻ വരുമ്പോൾ അമ്മയും ഞാനും കൂടെ ചേർന്ന് ഫുഡ് ഉണ്ടാക്കി ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെറിയ എന്തെങ്കിലും ബ്രെഡോ കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് ഞാൻ അടുത്തുള്ള വയ്യാത്തവർക്കും ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മാക്സിമം ഞാൻ ദൈവത്തോട്
ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ എനിക്ക് കിട്ടുന്ന പല പേഷ്യൻസ്, അതും പല ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ കിട്ടി. ആ പേഷ്യൻസിനൊക്കെ എനിക്ക് നന്നായിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രം ഞാൻ ആദ്യമേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛൻ പറയുന്നത് പോലെ ഞാൻ പേപ്പറിൽ വചനങ്ങൾ എഴുതി എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പിന്നീട് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ധ്യാനം ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം ഞാൻ ഒരു തവണ പോലും മുടക്കിയിട്ടില്ല. ക്ലാസ്സിന് പോകുമ്പോൾ നീ എങ്ങനെ ധ്യാനം കൂടുമെന്ന് പലരോട് ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വന്ന് ധ്യാനം കൂടുന്നത്. എനിക്ക് ക്ലാസ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് അമ്മ മാതാവ് യേശുവിനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എക്സാം സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് എക്സാം സമയത്തും അല്ലാത്ത സമയത്തും സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദനയായിരുന്നു എനിക്ക്. എക്സാം സമയത്ത് ഉറക്കമൊക്കെ അളയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് ഭയങ്കരമായിട്ട് തലവേദന. ഒരു ഒരു ഗുളികയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ധൈര്യത്തോട് പഠിക്കാൻ സാധിച്ചു. ഒരു നേരം പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല, മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ കരുതലിന് വേണ്ടി അമ്മ ഒരു പാക്കറ്റ് മരുന്ന് തന്നു വിടുമായിരുന്നു. പക്ഷേ ആ മരുന്ന് അതേപോലെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു മരുന്ന് പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ തൈലമായിരുന്നു എനിക്ക് വേദന വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം നൽകിയത്. ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ മാതാവിന് ഒരായിരം നന്ദി. ഇനി മുന്നോട്ട് പോകാൻ ജപമാല ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാലയില്ല. എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ജപമാലയൊക്കെ ചൊല്ലാൻ പഠിച്ചിട്ടുണ്ട്. ജപമാല പറ്റുന്ന ദിവസങ്ങളൊക്കെ ജപമാല ചൊല്ലാറുണ്ട്. ഇനിയും പറയാനുള്ളത്, ഞാൻ മുന്നോട്ട് ഇനി പോകാനും എനിക്ക് അറിയില്ല. കാരണം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ചിൽ ഞാൻ ഒറ്റയ്ക്കാണ്. വേറെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടികൾ പോലും എൻ്റെ കൂടെ ഇല്ല. ഞാനവിടെ ആഗ്രഹിച്ചു, എനിക്ക് അമ്മ മാതാവ് അവിടെ തന്നു. ഞാനവിടെ ഒറ്റയ്ക്കാണ് ഞാൻ ആ ബ്രാഞ്ചിലോട്ട് പോകുന്നത്. എനിക്കറിയാം മുന്നോട്ട് പോകാൻ ഇനി ആവശ്യങ്ങളുണ്ട്. എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് മുന്നിലുള്ള. പക്ഷെ ഇവിടെ അച്ഛൻ എന്നും സ്ഥിരമായിട്ട് പറയാനുള്ള പോലെ ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നുള്ള ഉറപ്പ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ യേശുവിനും അമ്മ മാതാവും എൻ്റെ കൂടെ ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പും ബോധ്യം എനിക്കുണ്ട്. ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. ഭൗതികമായിട്ടുള്ള വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമായാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഈ മകൾ പറഞ്ഞു നിർത്തുന്നത് ദൈവത്തെ നേടി എന്നാണ്. ഒരുപക്ഷെ നമ്മളും മാനുഷ്യപരമായിട്ട് വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ദൈവത്തിലേക്ക് ഒരുപക്ഷെ നാം കടന്നു വരുന്നത്. പിന്നീട് ആ ബന്ധത്തിലൂടെ ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ്, ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. ഈശോയുടെ അമ്മയുടെയും കൂടെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തിരിച്ചു കിട്ടിയെന്നാണ് ഉടമ്പടിയിലൂടെ. ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്ത് സാധിച്ചു, എന്ത് നേടിയെന്ന് ചോദിച്ചപ്പോൾ പരീക്ഷയിലെ വിജയമോ ജോലിയോ ഒന്നുമല്ല, ഈശോയും അമ്മയിലുമുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മകൾ അഞ്ജല സാക്ഷ്യത്തിൽ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെയാണ് യാക്കോബായ ഡിനോമിനേഷനിൽപ്പെട്ട ഈ മകൾ ജപമാല യൂട്യൂബിൽ നിന്ന് പഠിക്കുകയും ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് സഹായിക്കുകയും ഒക്കെ ചെയ്തു. വിശേഷവിധിയായിട്ട് കൃപാസന പത്രത്തിൽ ഓരോ വചനം എഴുതി പ്രാർത്ഥിച്ചാണ് കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ക്ലാസ് പോലും കട്ട് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അത്രമാത്രം പ്രാധാന്യമാണ് ഉടമ്പടിക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ മകളെ സഹായിച്ചതും അനുഗ്രഹിച്ചതും. തലവേദന വന്നപ്പോഴും വളരെ വർഷം വിക്സ് ഉപയോഗിച്ചു, പല ടാബ്ലറ്റ്സും എടുത്തിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദനയും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറയണത് ജീവിതത്തിൽ എല്ലാം നേടി എന്ന് പറയുമ്പോൾ ദൈവത്തെ നേടിയെന്നാണ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും ആ ബന്ധവുമെല്ലാം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനിയുമുള്ള ജീവിതത്തിൽ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് ആ വചനം,
ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. ആ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യത്തിലൂടെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനാണ് അഞ്ജലിക്ക് ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ തളരുന്ന നിമിഷങ്ങളും ക്ഷീണിക്കുന്ന നിമിഷങ്ങളുമൊക്കെ ഉണ്ടാവാം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ഉടമ്പടിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ സാധിക്കും. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത ആ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതയാത്രയിലേക്ക് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ്. അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ യാത്ര കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അഞ്ജല സാറാ ബിജുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും